പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ് ആയിട്ടുള്ള ജീസസ് ജിമിനസ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു ഗോൾ സ്കോർ ചെയ്ത ഒരു താരം കൂടിയാണ് ജീസസ് ജിമിനസ്. പ്രീതം കോട്ടാനിലെ ഒരു മികച്ച ക്രോസ് നല്ലപോലെ കണക്ട് ചെയ്യുകയായിരുന്നു ജീസസ് ജിമിനസ്. താരത്തിന്റെ വാക്കുകൾ എങ്ങനെയാണ്: ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ച ഫലമായിരുന്നില്ല, പക്ഷേ ഞങ്ങൾ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുമെന്നാണ് ജീസസ് ജിമിനസ് വ്യക്തമാക്കുന്നത്. തീർത്തും വലിയൊരു പ്രതീക്ഷയോടെ തന്നെയാണ് ജീസസ് ജിമിനസിനെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ പകരക്കാരനായി വന്ന് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു താരം കൂടിയാണ് ജീസസ്. എന്നിരുന്നാലും വരും മത്സരങ്ങളിലും താരം മികച്ച ഫോമിൽ തന്നെ കളിക്കട്ടെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു കാര്യം, നമുക്കറിയാം, കഴിഞ്ഞ പഞ്ചാബിനെതിരായുള്ള മത്സരത്തിൽ ലൂക്ക മഡിസന്റെ ഇഞ്ചുറി വലിയ ചർച്ചാ വിഷയമായ ഒരു കാര്യമായിരുന്നു. ഇവിടുത്തെ ISL നിരവധി ടീമുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്ന താരമായിട്ടുള്ള അരിന്ദം ഭട്ടാചാര്യ അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ട് താരങ്ങളും ബോളിന് വേണ്ടിയാണ് അറ്റംപ്റ്റ് ചെയ്യാൻ വന്നിരുന്നത്. അതിൽ രാഹുൽ വിജയിച്ചുവെന്നും അതുപോലെ തന്നെ അത് ക്ലീൻ ചാലഞ്ച് ആണ് എന്നാണ് അരിന്ദം ഭട്ടാചാര്യ പറയുന്നത്. അതൊരു ഫൗൾ അല്ല എന്നാണ് അരിന്ദത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. മറ്റു ചിലരുടെ അഭിപ്രായം രാഹുലിന് റെഡ് കാർഡ് കൊടുക്കേണ്ടതാണ് എന്നാണ്. അടുത്തൊരു വാർത്ത, നമുക്കറിയാം, ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്ന 22-ന് ഈസ്റ്റ് ബംഗാളിനെതിരെയാണ്. ആ ഒരു മത്സരത്തിൽ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രിയ ലോണ തിരിച്ചു വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ വരുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡ് കൂടുതൽ ശക്തമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാൽ വരുന്ന മത്സരത്തിൽ മിലോസ് അല്ലെങ്കിൽ കൊയ്ഫ്, ഈ രണ്ട് താരങ്ങളിൽ ഒരു താരം മാത്രമായിരിക്കും സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടായേക്കുക. വരുന്ന മത്സരം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് എന്തുകൊണ്ടും വിജയം അനിവാര്യമായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ്. ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും ഇനി മികച്ചൊരു തിരിച്ചുവരവ് തന്നെ ബ്ലാസ്റ്റേഴ്സിന് നടത്തേണ്ടതുണ്ട്. അടുത്ത മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ശക്തരായി തന്നെ തിരിച്ചു വരുമെന്ന് കോച്ചും അതുപോലെ തന്നെ പ്ലേയേഴ്സും വ്യക്തമാക്കിയ ഒരു കാര്യമായിരുന്നു. എന്നിരുന്നാലും ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISL-ഉമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.